back to my channel Teens Handworks. ഇന്ന് നമുക്കൊരു ഫ്ലവർ തുന്നാൻ പഠിക്കാം. ഹാൻഡ് എംബ്രോയിഡറിയിലെ പല സ്റ്റിച്ചസ് ഉപയോഗിച്ച് പല തരത്തിലുള്ള ഫ്ലവേഴ്സ് നമുക്ക് തുന്നാം. അതിലെ റോസസ് തുന്നാൻ കോമൺ ആയി യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് കാസ്റ്റോൺ സ്റ്റിച്ച് അഥവാ ബ്രസീലിയൻ സ്റ്റിച്ച്. കാസ്റ്റോൺ സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഫ്ലവർ മാത്രമല്ല നമുക്ക് പലതരത്തിലുള്ള ഡിസൈൻസ് തുന്നാൻ പറ്റും. പക്ഷേ ഈ സ്റ്റിച്ച് വെച്ച് ഫ്ലവർ തുന്നിക്കഴിഞ്ഞാൽ ഫ്ലവർ കാണാൻ 3D ഫ്ലവർ പോലെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഏതൊരു ഡ്രസ്സിലും ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് ഫ്ലവർ തുന്നിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് കൂടുതൽ ഭംഗിയാക്കാൻ വേണ്ടി ഫ്ലവറിൻ്റെ ഒപ്പം ലീവ്സും സ്റ്റെംസും എല്ലാം തുന്നാം. ഞാൻ കാസ്റ്റോൺ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് റോസ് തുന്നുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നോട്ടിഫിക്കേഷൻ കിട്ടാനായി ബെൽ ബട്ടൺ കൂടി അമർത്തണം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൂ തുന്നുന്നതെന്ന് നോക്കാം. ഫ്ലവർ തുന്നാൻ വേണ്ടി ഒരു സർക്കിൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ സർക്കിളിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ഫ്ലവർ വരിക. അപ്പോൾ നമ്മുടെ ഫ്ലവറിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ള സർക്കിളാണ് വരയ്ക്കേണ്ടത്. പിന്നെ ഫ്ലവറിൻ്റെ അപ്പുറം ഇപ്പുറം ഓരോ സ്റ്റെംസും ലീവ്സും കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഞാനൊരു പെൻസിൽ വെച്ച് വരച്ച് വെച്ചിട്ടുണ്ട്. ഫ്ലവർ തുന്നാൻ വേണ്ടി റെഡ് കളർ ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ഇത് 6 strandsൽ തന്നെയാണ് തുന്നുന്നത്. പിന്നെ ലീവ്സും സ്റ്റെംസിനും വേണ്ടി ഗ്രീൻ കളർ ത്രെഡും. പിന്നീട് നീഡിൽസാണ്. നീഡിൽ ഇപ്പോൾ സാധാ ഒരു നീഡിലും വേണം, പിന്നെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു നീഡിലും. ഇങ്ങനെ 2 തരം നീഡിലാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമായി ഫ്ലവർ തുന്നാൻ വേണ്ടി 6 strandsൽ ത്രെഡ് എടുത്തിട്ടുണ്ട്. ഇതാണ് സർക്കിളിൻ്റെ സെൻറ്റർ. ഈ സെൻറ്ററിലോട്ട് സൂചി താഴത്തുനിന്ന് കുത്തി മേലോട്ട് എടുക്കണം, ഇതുപോലെ. അടുത്തായി ഇതിന്ന് കുറച്ച് വിട്ട്, ഈ വന്നിരിക്കുന്ന ത്രെഡിൽ നിന്ന് കുറച്ച് വിട്ട് ഇവിടെ കുത്തി താഴോട്ട് എടുക്കുക. ഒപ്പം തന്നെ ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ അടുത്തോട്ട് സൂചി ഇതുപോലെ എടുക്കണം. ഒന്നുകൂടെ കാണിക്കാം. ഇതുപോലെ താഴത്തുനിന്ന് കുത്തിയെടുത്ത ത്രെഡ് അടുത്തായി കുത്തി താഴോട്ട് ഇറക്കി ഈ ത്രെഡിൻ്റെ അടുത്തോട്ട് കുത്തിപ്പൊക്കുക. ഇതുപോലെ പൊക്കിയെടുത്തിട്ടുണ്ട്. ഇനി ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ത്രെഡ് ഇങ്ങനെ നീഡിൽ ഇങ്ങനെ പിടിച്ച് ത്രെഡ് ഇതുപോലെ എടുത്ത് ഇതുപോലെ ആക്കണം. സ്ട്രെയിറ്റ് നമ്മൾ ചുറ്റിക്കുകയല്ല ചെയ്യുന്നത്. ഇതുപോലെ എടുത്ത് ഇതുപോലെ കുരുക്കിട്ട് കൊടുക്കണം. അതായത് ഇങ്ങനെ എടുക്കണത് ഇതുപോലെ എടുത്ത് അത് തന്നെ റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ വരുന്ന ത്രെഡിനെ ഇതുപോലെ ആക്കി നീഡിലോട്ടാക്കുക. അപ്പോൾ ഒരു നോട്ട് പോലെ വരും. ഇതിപ്പോൾ 8 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഫ്ലവറിൻ്റെ സെൻറ്ററിൽ വരുന്നതാണ്. അപ്പോൾ ചെറുത് മതി. അപ്പോൾ 8 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അടുത്തായി നീഡിൽ ത്രെഡ് ഇവിടെ പിടിച്ചിട്ട് നീഡിൽ വലിക്കുക. മെല്ലെ വലിക്കണം. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഒരു ഷേപ്പ് കിട്ടുന്നത്.
ഇതുപോലെ ഒരു ഷേപ്പാണ് കിട്ടുക. ഇതാണ് കാസ്റ്റ് ഓൺ സ്റ്റിച്ച്. അടുത്തായി നമുക്ക് ഇത് ലോക്ക് ചെയ്യാൻ വേണ്ടി സൂചി താഴോട്ട് ഇറക്കി കൊടുക്കണം. ഈ വന്നിരിക്കുന്ന ഈ ത്രെഡിൻ്റെ അവിടെ നിന്ന് തന്നെ സെയിം ഹോളിലൂടെ താഴോട്ട് ഇറക്കി കൊടുക്കുക. അടുത്ത പെറ്റൽ വരുന്നത് ഇവിടെയാണ്. ഇവിടെ നിന്ന് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് എടുക്കാൻ. അതായത് ഈ പെറ്റലിൻ്റെ ബാക്കിൽ നിന്ന്, ഈ പെറ്റലിൻ്റെ ബാക്കിൽ നിന്ന് എടുത്ത് ഇതിപ്പോൾ ഈ പെറ്റലിൻ്റെ ബാക്കിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. അടുത്തായി നീഡിൽ താഴ്ത്തേണ്ടത് ഇവിടെയാണ്. നേരത്തെ പോലെ തന്നെ നീഡിൽ താഴ്ത്തി ഈ വരുന്ന ത്രെഡിൻ്റെ അടുത്തോട്ട് വേണം കൊണ്ടുവരാൻ. ഇതുപോലെ കൊണ്ടുവന്ന് നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാം. എട്ട് പ്രാവശ്യം തന്നെ നമുക്കിത് ചുറ്റിക്കൊടുക്കാം. ഇതുപോലെ എടുത്ത്, അതായത് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ എടുത്ത് ഇതുപോലെ എടുത്ത് ഇതിലോട്ടിടുക. 1 സെയിം 2 3 4 5 6 7 8. അടുത്തായി ത്രെഡ് ഇവിടെ പിടിച്ച് നീഡിൽ മെല്ലെ വലിക്കാം. ഇതൊന്ന് കറക്റ്റ് ചെയ്ത് കൊടുക്കുക. നീഡിൽ ഈ വന്നിരിക്കുന്ന ത്രെഡിൻ്റെ താഴോട്ട് ഇറക്കി കൊടുക്കുക. അടുത്തായി ഈ ത്രെഡിൻ്റെ ബാക്കിൽ നിന്ന് വേണം എടുക്കാൻ. ഇതുപോലെ എടുത്ത് ഇങ്ങോട്ട് കുത്തി കൊടുക്കാം. സെയിം 8 വട്ടം തന്നെ ചുറ്റി കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒത്തിരി അങ്ങോട്ട് വലിക്കരുത്. ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഒത്തിരി വലിക്കുമ്പോൾ ഈ ഷേപ്പ് കിട്ടില്ല, ഇതുപോലത്തെ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ കുറച്ച് ലൂസാക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. വലിച്ച് കൊടുക്കരുത്, ടൈറ്റ് ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ ഇതുപോലെ ഒന്ന് പിടിച്ച് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് താഴോട്ട് നീഡിലാക്കി കൊടുക്കാം. ഇതിപ്പോൾ സർക്കിളിൻ്റെ സെൻറ്ററാണ്. ഇനി അടുത്ത് തുന്നുമ്പോൾ ഇതിനേക്കാളും വലിപ്പത്തിലുള്ള പെറ്റൽസാണ് തുന്നുക. അതുപോലെ വലിപ്പം കൂടും. ഈ 8 എണ്ണം എന്നുള്ള കൗണ്ട് 15 എണ്ണാവും. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതിൻ്റെ ബാക്കിൽ നിന്നാണ് കുത്തിയെടുക്കണ്ടേ.
എപ്പോഴും ഓരോ പെറ്റലിൻ്റെ ബാക്കിൽ നിന്ന് വേണം കുത്തിയെടുക്കാൻ. എന്നാലാണ് കറക്റ്റ് ഫ്ലവർ പോലെ എതളെതളായി കാണാൻ പറ്റുള്ളൂ. നമ്മൾ 15 വട്ടം ചുറ്റിയെടുക്കണ കാരണം കുറച്ചുകൂടെ ഡിസ്റ്റൻസിൽ കുത്തണം. കുത്തി മേലോട്ടെടുക്കാം. ഇപ്പം ഈ നീഡിൽ കുത്തിയെടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് പെറ്റൽ വലുപ്പം വേണം. വലുപ്പം കിട്ടാൻ വേണ്ടി ഒരു നീഡിലും കൂടി എടുത്ത് പോലെ ഒരു സൂചിയും കൂടി കുത്തിയെടുക്കണം. അതായത് ഇതിനേക്കാളും എതള് കുറച്ചുകൂടെ വലുപ്പം കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ 2 നീഡിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിം ഇതുപോലെ ചുറ്റിച്ചെടുത്ത് നീഡിൽ കോർക്കാം. ഒത്തിരി വലിക്കരുത്. വലിക്കുമ്പോൾ ഫ്ലവറിൻ്റെ പെറ്റൽസ് കാണാൻ ഭംഗിയുണ്ടാവില്ല. അത് കാരണം ഒത്തിരി അങ്ങനെ വലിച്ചെടുക്കരുത്, ലൂസാക്കി വേണം ഇടാൻ. ഇതിപ്പോൾ 1 ആയി. അതുപോലെ 15 പ്രാവശ്യം ചുറ്റിയെടുക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഓരോ പ്രാവശ്യം നമ്മൾ കെട്ടിടുമ്പോഴും ഓരോന്നും ഒന്നിൻ്റെ മേലെ ആവരുത്. ഇതിപ്പോൾ 15 പ്രാവശ്യം ചുറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ത്രെഡ് ഇല്ലാത്ത നീഡിൽ ഫസ്റ്റ് വലിച്ചെടുക്കുക. ഇതുപോലെ എടുത്തിട്ടുണ്ട്. അടുത്തായി ഈ നീഡിൽ വലിച്ചെടുക്കാം. സെക്കൻഡ് പാർട്ട് തുന്നിയിട്ടുണ്ട്. അടുത്ത നമുക്ക് ഇതിൻ്റെ ഇവിടെയാണ് വേണ്ടത്. ഇതിപ്പോൾ 15 പ്രാവശ്യമാണ് ഇവിടെ തുന്നിയിരിക്കണേ. ഇനി അടുത്തത് ഇതിനേക്കാളും വലുത് വേണം. അതുകൊണ്ട് 18 പ്രാവശ്യമാണ് ത്രെഡ് നീഡിൽ ചുറ്റേണ്ടത്. നമ്മുടെ ഫ്ലവർ തുന്നി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു കളർ മാത്രം വെച്ചിട്ടാണ് ഫ്ലവർ തുന്നിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇതിന് സെൻറ്ററിൽ വേറെ കളർ കൊടുത്ത് ചുറ്റും വേറെ കളർ കൊടുക്കാൻ, അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്യാം. അടുത്തായി ഈ 2 സൈഡിലുള്ള സ്റ്റെംസിന് സ്റ്റെം സ്റ്റിച്ച് കൊടുക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് എങ്ങനെ തുന്നാമെന്നുള്ള വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തായി നമുക്ക് ലീഫ് തുന്നാം. ലീഫ് തുന്നാൻ സ്ട്രെയിറ്റ് സ്റ്റിച്ചാണ് യൂസ് ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഏതുതരം ഡ്രസ്സിലും ഈസിയായി ചെയ്യാവുന്ന വർക്കാണിത്. ഇതേ ഫ്ലവറാണ് ഞാൻ ഈ ചെരുപ്പിൽ തുന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം. ഡിസൈനെ പറ്റി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി